സ്കൂളില്ല എന്ന് പറഞ്ഞാൽ ഒരേ വക്കാണ് കേട്ടോ അവിടെ. ഇതാ റഹീസും റജ്വിയും റിൻഷിയും. അപ്പോൾ അവളെ എങ്ങനെ റഹീസ് ഇങ്ങനെ ചെയ്യാം, പ്രിൻസി ചോറ് വയ്ക്കുക കേട്ടോ. അപ്പം ഞാനിന്ന് രസവും പിന്നെ മാന്തൾ നങ്കിമീൻ എന്നൊക്കെ പറയില്ലേ, അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് കാര്യമായിട്ട് വീഡിയോസ് ഒന്നുമില്ല കേട്ടോ. പല്ല് വേദന മാറിയിട്ടൊന്നുമില്ല, ഗുളിക വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എന്താ ചൂടല്ലേ? ഭയങ്കര ചൂടാട്ടോ ഇവിടെ. പിന്നെ നമുക്ക് കാടൊക്കെ തൊടിയൊക്കെ ആയതുകൊണ്ട് അത്ര ചൂടില്ല കേട്ടോ. 2 വാതിലും തുറന്നിട്ടാൽ നല്ല കാറ്റാണ്. എന്തോ ഈ പറയണത്. അപ്പോൾ റജിക്കുട്ടി ആകെ ഇതായിട്ടാ. ഇനി റജിക്കുട്ടിനെ അംഗനവാടി കൊണ്ട് വിടണം, കാണിച്ചു തരാം. 2-3 വെക്കാണ് കേട്ടോ. അല്ലോ സ്കൂള് കൂട്ടിയപ്പോൾ തുടങ്ങിയ കൊടുത്തിട്ടുള്ളിൽ എനിക്ക് പിന്നെ കൊണ്ട് ചെത്രാനേ വയ്യ. പല്ല് വേദനിച്ചപ്പോൾ ഓവർ. കുറച്ച് നേരം കളിക്കും, കുറച്ച് നേരം വെക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെത്. അപ്പോൾ എന്താണ്, ഞാനപ്പോൾ ഒന്ന് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ പല്ല് വേദന കുറച്ച് അതിങ്ങനെ വരുന്നത് പല്ല്. എൻ്റെ ഈ മാസം ബർത്ത്ഡേ ആണ് കേട്ടോ. ഈ മാസം 30-നാണ് എൻ്റെ പിറന്നാൾ. അപ്പോൾ എന്താണ്, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. അപ്പം ഞാൻ പല്ല് മൊത്തം ഒന്ന് എണ്ണി നോക്കിയിട്ടാ. റിൻഷിമോളെ കൊണ്ടൊന്ന് എണ്ണിച്ചു. കറക്റ്റ് 31 പല്ലുണ്ട് കേട്ടോ. പുതിയൊരു പല്ലും കൂടി വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ വേദന. അത് കൂട്ടിയ 32ാമത്തെ പല്ല്. കറക്റ്റ് 35 വയസ്സിൽ 32 പല്ലും വരും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ എണ്ണി നോക്കിയപ്പോൾ 31. റിൻഷിമോളാട്ടോ എണ്ണി, ആളും എണ്ണി ഞാനും എണ്ണി. അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഈ മാസം 30-നാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ പറ്റിയൊരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ കേട്ടോ. അപ്പോഴത്തെ സാഹചര്യം ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ല, ഇനി ചിലവല്ല ഇവിടെ നിന്നുണ്ട്. അപ്പോൾ റിൻഷിമോൾക്ക് ഇനി ബാഗ് വാങ്ങണം, യൂണിഫോം എടുക്കണം. പുസ്തകം കിട്ടിയിട്ടോ സ്കൂളിൽ നിന്ന്. പുസ്തകത്തിന് എത്രയായി? 300 ആയിക്കണം. ഇനി ആൾക്ക് അതിൽ നോട്ട് ബുക്ക് വാങ്ങണം. പിന്നെ റഹീസിന് യൂണിഫോം അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, ഇനി അത് മേടിക്കണം. അങ്ങനെ പിന്നെ റിച്ച്കുട്ടിന് പ്രാവശ്യം ചേർത്തണ്ടേ എന്നുള്ളൊരിതിലാട്ടോ. അവൾക്ക് ആകെ 4 വയസ്സായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് പിന്നെ അവൾക്ക് അവളുടേതായിട്ടുള്ള സ്കൂളിൽ അവൾ പോകുന്നുണ്ട്. അപ്പോൾ അവളെ സ്കൂൾ തുറന്നാൽ അവൾ കൊണ്ടുവിടണം. അവൾക്ക് പിന്നെ പഴയ ആദ്യം എടുത്ത യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് മതി. അപ്പോൾ അവൾ ഇതാ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. TV ഇട്ട് കൊടുത്തപ്പോൾ അതും നോക്കിയിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഈ മാസം 30-ാം തീയതി നമ്മുടെ പിറന്നാൾ അങ്ങനെ വരുന്ന തുടങ്ങി. അപ്പം ഇനി ഭേദമില്ലെങ്കിൽ എന്തായാലും പല്ല് ഡോക്ടറിനെ കാണിക്കണുണ്ട്. അത് മുകളിൽ നിൽക്കണുണ്ട്. ഇത് ഇങ്ങനെ കീറിയ പോലെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നത് അതിൻ്റെ വേദനയും സംസാരിക്കാനൊന്നും അങ്ങനെ വയ്യ. അപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യം ഇന്നലെ ഇട്ട വീഡിയോയിൽ കുറച്ച് കമൻറ്റൊക്കെ കണ്ടു. അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാം നിങ്ങളോട് പറയും കേട്ടോ. നമ്മൾ സ്ഥലമൊന്നും പോയി കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. പോകുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കണം. അപ്പോൾ അത് വേഗം ഒന്ന് ശരിയാവട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. നിങ്ങളും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ ഒന്ന് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു ഡേ ലൈഫായിട്ട് വരാം. അപ്പോൾ ഇന്ന് ഞാൻ അവരൊക്കെ പ്രിൻസിപ്പൾ ചോറ് കഴിക്കും. റിയാസ്ക്ക് അതാ ഓട്ടം കഴിഞ്ഞ് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിച്ചിട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ ഇന്ന് രസം ഞാൻ റിയാസ്ക്കൊക്കെ മുരിങ്ങക്കായ ഉപ്പേരിയും വെച്ചു. പിന്നെ കുട്ടികൾക്ക് മീൻ പൊരിച്ചു കൊടുത്തിട്ട് മാന്തള വാങ്ങിയിട്ട് രസം വെച്ചു. അപ്പോൾ അതാ അവർ ചോറ് കഴിക്കണം. പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. എൻ്റെയും പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.